പ്രചാരണ രംഗത്ത് പരസ്പരം പോർ വിളിച്ച് മുന്നേറുന്ന സ്ഥാനാർത്ഥികൾ ഒരേ വേദിയിലെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? ത്രികോണ പോര് നടക്കുന്ന തിരുവനന്തപുരത്ത് ഇന്ന് അത്തരമൊരു വേദിയുണ്ടായി. മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി കത്തിക്കയറാൻ കിട്ടിയ അവസരത്തിൽ 3 പേരും കൊണ്ടും കൊടുത്തും മികവ് കാട്ടി. ദൈവം തമ്പുരാൻ തെറ്റു ചെയ്താലും താനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ 108ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം. പാളയത്തെ സ്വദേശാഭിമാനിയുടെ അർത്ഥകായ പ്രതിമയിൽ തരൂരും രാജീവും പന്ന്യനും ഒന്നിച്ച് പുഷ്പാർച്ചന നടത്തി. പ്രസംഗിക്കാൻ ആദ്യം അവസരം ലഭിച്ചത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്. കിട്ടിയ പന്ത് മിഡോണിന് മുകളിലൂടെ. കുറച്ചു കൊല്ലം മുമ്പേ തന്നെ ഒരു സെക്ഷൻ 66A എന്ന് പറഞ്ഞിട്ട് IT ആക്ടിൽ ഒരു പ്രാവധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് ഫ്രീഡം ഓഫ് ജേർണലിസമിനെ ഒന്ന് ചവിട്ടാൻ ശ്രമിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. നവമാധ്യമങ്ങളുടെ കാലത്ത് വിശ്വസനീയ മാധ്യമ പ്രവർത്തനം വെല്ലുവിളിയാണെങ്കിൽ പോലും അത് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ. പിന്നാലെ ഒരു സ്വീപ് ഷോട്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നെയ്യാറ്റിൻകരയിൽ ഞാൻ പോയി ആ പഴയ വീട് കണ്ടു. പ്രസ് ക്ലബിന്റെ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ കേട്ടു. അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കണം, അവിടെ ഒരു സെന്റർ ഓഫ് ലേണിംഗ്, ജേർണലിസം ലേണിംഗ്, അതിനെപ്പറ്റി കേട്ടു. അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ MP ആയാൽ ഞാൻ അതിനെ പറ്റി വിചാരിക്കാം. അതിന് ഒരു താല്പര്യമുണ്ട്. ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു. ഇന്ത്യയിൽ പല അവസരത്തിലും മാധ്യമപ്രവർത്തകർക്ക് ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ടെന്ന് സിദ്ദിഖ് കാപ്പനെ പരോക്ഷമായി പരാമർശിച്ച ശശി തരൂരിന്റെ ഹെലികോപ്റ്റർ ഷോട്ട്. അതിനെതിരും കൂടി എൻ്റെ സുഹൃത്തിന്റെ മന്ത്രാലയം IT റൂൾസ് ഇറക്കിയിട്ടുണ്ട് ഇന്നാണ്. അതിനെയൊക്കെ നടപ്പിലാക്കുമ്പോൾ നമുക്ക് കാണാൻ എന്തായിരിക്കും നമ്മളുടെ മാധ്യമക്കാരുടെ ഭാവി. അതുകൊണ്ട് ഈ കഷ്ടകാലം അനുഭവിക്കുമ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രകടന പത്രിക കമ്മിറ്റിയുടെ അംഗമായി ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നാൽ, കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വന്നാൽ ഒരു സംശയമില്ല, നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലോ പാസാക്കി നിങ്ങൾക്ക് ശക്തി തരും. നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം ഞങ്ങൾ സുരക്ഷിതമായി ഞങ്ങൾ നിർത്തും. സ്വദേശാഭിമാനിയുടെ സ്മരണാർത്ഥം ഒരു മാധ്യമ പഠന ഗവേഷണ കേന്ദ്രം എന്ന ആവശ്യം തന്റെ മുന്നിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് ശശി തരൂരിന്റെ റിവേഴ്സ് സ്വീപ്പ്. ഇന്ന് ആദ്യത്തെ തവണയാണ് രാഷൻജി ഈ പുതിയൊരു ആവശ്യപ്പെട്ടത്. ഇതുവരെ ഇങ്ങനൊരു അഭ്യർത്ഥന എനിക്ക് കിട്ടിയിട്ടില്ല. ഉറപ്പമായിട്ട് ഇതിനെ പഠിക്കാനും, പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ടെക്നിക്കൽ സാങ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ശരിയാക്കാമെന്നും ഞാനും നിങ്ങളുടെ ഒപ്പം വാക്ക് പറയുന്നു. പക്ഷെ ഒരിക്കലും കൂടി മറക്കേണ്ട, വലിയ തുക കൊടുക്കാനില്ല MP ഫണ്ട് തുച്ഛമാണ് എന്ന് പരിതപിച്ച ശശി തരൂരിനെ പിച്ചിന് നടുവിലെത്തി ലോങ് ഓണിന് മുകളിലൂടെ സിക്സറിന് പറത്തി തലസ്ഥാനത്തെ മുൻ MP കൂടിയായ പന്ന്യൻ രവീന്ദ്രൻ. ഒരു MP എന്ന രീതിയിൽ, അത് ശശി തരൂരിന് അറിയാത്ത കൊണ്ടല്ല, ഒരു MP എന്ന രീതിയിൽ നമുക്ക് കേന്ദ്രമന്ത്രിമാർ സമ്മർദ്ദം ചെലുത്തിയാൽ പല കാര്യങ്ങൾക്കും നമുക്ക് കാശ് കിട്ടും. അതിനുള്ള വഴി നോക്കണം. റൂള് മാത്രം നോക്കി നമ്മളവിടെ പോയി MP ആയി പ്രവർത്തിച്ചാൽ പറ്റില്ല. ആ കുഴപ്പമാണ് നമ്മൾ പൊതുവെ ആളുകളോട് പറയുമ്പോൾ, എന്താ എൻ്റെ കയ്യിൽ കാശില്ല, ശരിയാ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഈ വഴി കൂടി ഉണ്ട് എന്ന കാര്യം മറക്കരുത്. 3 പേരിൽ ആര് MP ആയാലും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളണമെന്ന് പന്ന്യന്റെ കവർ ഡ്രൈവ്. പത്രപ്രവർത്തകരുടെ ജീവിതം നമ്മുടെ നാട്ടിൽ ഇപ്പം വേട്ടയാടപ്പെടുന്നു എന്നുള്ളൊരു സത്യം നമ്മൾ മറക്കരുത്. ജയിച്ചാലും തോറ്റാലും മത്സരം കഴിഞ്ഞാൽ അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നല്ല കളിക്കാരൻ പുലർത്തേണ്ട മര്യാദയെന്ന് ഓർമ്മപ്പെടുത്തി 3 പേരും പിരിഞ്ഞു. അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.